അപ്പോൾ സയൻറ്റിഫിക്കലി മൈക്രോക്ലൈൻ എന്നറിയപ്പെടുന്ന ഒരു പൊട്ടാഷ്യം ഫെൽസ്പാർ മിനറലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് ആമസോണൈറ്റ് എന്ന നാച്ചുറൽ സ്റ്റോൺ ആണ്. ഈ ആമസോണൈറ്റ് അത്യാവശ്യം ക്വാളിറ്റി കൂടിയ ആമസോണൈറ്റ് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കളർന്ന് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്റ്റോൺ ആണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലോ ക്വാളിറ്റി സ്റ്റോൺ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി വേരിയൻറ്റും നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആമസോണൈറ്റ് സ്റ്റോൺ. അപ്പോൾ അതും നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ആമസോണിൽ നിന്ന് അല്ല ആദ്യമായിട്ട് കണ്ടെടുത്തതൊന്നും. ഇത് ആദ്യമായിട്ട് കണ്ടെടുത്തത് മൈൻ ചെയ്തത് ഈജിപ്തിലും മെസപ്പൊട്ടാമിയയിലും ആണ്. ഫർദർ പിന്നീട് ബ്രസീലിലും റഷ്യയിലും മഡഗാസ്കറിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കൊളറാഡോ മൈൻസിലും പിന്നെ എത്യോപ്യയിലും ഒക്കെ ഇത് കണ്ടുവന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്പിൾ ഏരിയയിൽ നിന്ന് സോഴ്സ് ചെയ്തേക്കുന്നതായിരിക്കണം. ഇത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തതെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് അവിടെ പറയാത്തത്. അപ്പോൾ ഒരു നാച്ചുറൽ ആമസോണൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതിൻ്റെ ഫസ്റ്റ് പാരാമീറ്ററാണ് അതിൻ്റെ കളറ്. അതൊരു ലൈറ്റ് ടർക്വോയിസ് ടു ഡീപ്പ് ബ്ലൂ ഗ്രീൻ കളറിൽ ഇതിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഒരുപാട് സ്ട്രീക്സും വൈറ്റ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആമസോണൈറ്റ് ഉണ്ട്. ഇതുപോലെ അത് ആക്ച്വലി ലോ ക്വാളിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ, ആമസോണൈറ്റ് തന്നെയാണ്. പിന്നെ ലെസ്റ്റർ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസി ലെസ്റ്റർ ആയിരിക്കും ഇതിനുള്ളത്. പിന്നെ ഹാർഡ്നെസ് 6 to 6.5 MOH സ്കെയിലായിരിക്കും ഇതിൻ്റെ ഹാർഡ്നെസ്. മോഡറേറ്റ്ലി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോണാണിത്. പിന്നെ ഇതിൻ്റെ ചില ആമസോണൈറ്റ് ഫ്ലൂറസെൻസ് എക്സിബിറ്റ് ചെയ്യും അൾട്രാ വയലറ്റ് ലൈറ്റിനോട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കളർ ഇൻറ്റൻസിറ്റിയാണ്. പിന്നെ അതൊരു വൈബ്രൻറ്റ് ബ്ലൂ ഗ്രീൻ ഹ്യൂസ് ആണ്. ഭയങ്കര യൂണിഫോം ആണെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും. ചിലത് ട്രാൻസ്പാരൻറ്റും ചിലത് ട്രാൻസ്ലൂസൻറ്റും ആയിരിക്കും. അതുപോലെ തന്നെ പാറ്റേണിങ്ങും ഈ വൈറ്റ് സ്ട്രീക്സും കാര്യങ്ങളും മിനിമൽ ഉള്ളതിന് നല്ല ക്വാളിറ്റി ആയിരിക്കും. അത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് പറയുന്നത് ഇതിൻ്റെ കാമിങ് എഫക്ട്സ് ആണ്. അതായത് ഇമോഷണൽ ബാലൻസ് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എയ്ഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെൽഫ് എക്സ്പ്രഷനും എൻഹാൻസ് ചെയ്യാനും ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ കൂട്ടാനും സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ഹീലിംഗ്, അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും മസിൽ റിലാക്സേഷനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഇതൊരു മോഡറേറ്റ്ലി കോസ്റ്റ്ലി ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ജ്വല്ലറിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഒരു ഇച്ചിരി അതിനേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കാം. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ജ്വല്ലറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏൻഷ്യൻ ഈജിപ്തിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല അമേരിക്കൻ കൾച്ചേഴ്സിൽ ഈ സ്റ്റോണിന് മിസ്റ്റിക്കൽ പവേഴ്സ് ഉണ്ടെന്നുള്ള വിശ്വാസം നിലനിന്ന് പോകുന്നു. ഇനി ഇതൊരു ബേർത്ത് സ്റ്റോൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു മോഡേണോ ട്രഡീഷണലോ ആയിട്ടുള്ള ബേർത്ത് സ്റ്റോൺ അല്ല. എന്നിരുന്നാലും ഇത് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് വിർഗോയും ലിയോ സോഡിയാക് സൈൻസും ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജ്വല്ലറി കളക്ഷനിലേക്ക് നല്ലൊരു ആഡ് ഓൺ ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.